Hello friends, good afternoon to all. Today I am going to present seminar on the topic recent trends and reforms in primary capital market and measures taken by SEBI to strengthen primary market, which is included in our 7th chapter regulatory institutions. So let's start. കഴിഞ്ഞ വീഡിയോയിൽ ഐഷു റീസെൻറ്റ് ട്രെൻഡ്സ് ആൻഡ് റിഫോംസ് ഇൻ പ്രൈമറി ക്യാപിറ്റൽ മാർക്കറ്റിലെ ആദ്യത്തെ കുറച്ച് പോയിന്റ്സ് എടുത്തിട്ടുണ്ട്. സോ ഞാൻ അതിൻ്റെ ബാലൻസ് പോയിന്റ്സ് ആണ് ഞാനിവിടെ എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. 33rd പോയിന്റ് തൊട്ടിട്ടാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. ഫസ്റ്റ് പോയിന്റ്, in 2001 SEBI guidelines mandated a minimum level of public holding at 25% for companies carrying out fresh IPOs. ഈ ഒരു പോയിന്റിൽ എന്താ പറയുന്നത് വെച്ചാൽ 2001 സെബി ഗൈഡ്ലൈൻസ് പ്രകാരം ഒരു കമ്പനിക്ക് ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്, അതായത് IPO കണ്ടക്ട് ചെയ്യണമെങ്കിൽ, അതായത് ഫണ്ട് റേസിങ്ങിന് വേണ്ടിയിട്ട് IPO മെത്തേഡ് ചൂസ് ചെയ്യണമെങ്കിൽ ആ ഒരു കമ്പനിക്ക് മിനിമം 25% പബ്ലിക് ഹോൾഡിംഗ് ആണെങ്കിലും ഉണ്ടായിരിക്കണം, കമ്പൽസറി ആയിട്ട് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ആ ഒരു കമ്പനിക്ക് IPO കണ്ടക്ട് ചെയ്യാൻ പാടില്ല. ഇനി നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നത്, സെബി IPOനെ ബന്ധപ്പെട്ടിട്ട് കുറച്ച് ഗൈഡ് ലൈൻസ്, കുറച്ച് ചേഞ്ചസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ഇൻവെസ്റ്റേഴ്സിൻ്റെ കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ആദ്യം ഇതിനു മുൻപ് ഈ ഒരു ചേഞ്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുൻപ് ഡിസ്ട്രിബ്യൂട്ടബിൾ പ്രോഫിറ്റ്സിനെ ബേസ് ചെയ്തിട്ടായിരുന്നു എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. IPO കണ്ടക്ട് ചെയ്യാനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ മുൻപ് ഡിസ്ട്രിബ്യൂട്ടബിൾ പ്രോഫിറ്റ്സിനെ ബേസ് ചെയ്തിട്ടായിരുന്നു ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ പുതിയ ചേഞ്ച് പ്രകാരം ആ ഒരു ഡിസ്ട്രിബ്യൂട്ടബിൾ പ്രോഫിറ്റിനെ റീപ്ലേസ് ചെയ്തിട്ട് നെറ്റ് ടാഞ്ചിബിൾ അസറ്റ്സിൻ്റെ ബേസിസിലാണ് ഇപ്പോൾ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു കമ്പനിക്ക് IPO കണ്ടക്ട് ചെയ്യണമെങ്കിൽ കഴിഞ്ഞ 2 വർഷത്തിൽ നെറ്റ് ടാഞ്ചിബിൾ അസറ്റ് 3 കോടി വാല്യൂ വരുന്ന, അതായത് 3 crore വാല്യൂ വരുന്ന നെറ്റ് ടാഞ്ചിബിൾ അസറ്റ്സ് കമ്പൽസറി ആയിട്ടും ഉണ്ടായിരിക്കണം. അതുകൂടാതെ തന്നെ ആ ഒരു നെറ്റ് ടാഞ്ചിബിൾ അസറ്റ്സിൽ 50%നേക്കാൾ കൂടുതൽ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് ഉണ്ടാവാൻ പാടില്ല. ഈ ഒരു കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്താൽ മാത്രമേ ആ ഒരു കമ്പനിക്ക് IPO കണ്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് പോയിന്റിൽ എന്താ പറയുന്നത് വെച്ചാൽ, 2005 മാർച്ച് 29 സെബി റീറ്റെയിൽ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സിനെ റീഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതായത് റീറ്റെയിൽ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സിനെ പുതിയതായിട്ട് ഒരു ഡെഫിനിഷൻ നൽകിയിട്ടുണ്ട്. അത് എന്താണ് വെച്ചാൽ, ഏതൊരു ഇൻഡിവിജ്വൽ ആണോ അല്ലെങ്കിൽ ഏതൊരു ഇൻവെസ്റ്റർ ആണോ സെക്യൂരിറ്റീസിൽ, അതായത് 1 lakh വാല്യൂ വരുന്ന അല്ലെങ്കിൽ 1 ലക്ഷം രൂപയിൽ കൂടാത്ത ഒരു സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ആ ഒരു ഇൻഡിവിജ്വലിനെയാണ് റീറ്റെയിൽ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, in order to improve contents and ensure uniformity in data display on the websites of stock exchanges, the data will be made available for a period of 3 days after the closure of the issue. അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ചസിൻ്റെ വെബ്സൈറ്റിൽ ഉള്ള കണ്ടൻസ് ഇംപ്രൂവ് ചെയ്യാനും ആ ഒരു വെബ്സൈറ്റിലുള്ള ഡാറ്റയുടെ യൂണിഫോമിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയും ഇഷ്യൂ കഴിഞ്ഞ ശേഷം ഒരു കമ്പനി ഇപ്പോൾ ഇഷ്യൂ ചെയ്യാൻ, ആ ഒരു ഇഷ്യൂ പ്രോസസ്സ് ക്ലോസ് ചെയ്ത ശേഷം ആ ഒരു ഡാറ്റ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ വെബ്സൈറ്റിൽ 3 ദിവസം വരെ ലഭ്യമായിരിക്കും എന്നാണ് ഈ ഒരു പോയിന്റിൽ പറയുന്നത്. Next, the face value of the share should be mandatory be 10 per share for issue priced below 500 per share. അതായത് ഒരു കമ്പനി 500 rupees വാല്യൂ ഉള്ള ഒരു ഷെയർ ആണ്
പബ്ലിക്കിന് സബ്സ്ക്രൈബ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓരോ ഷെയർസിനും 10 രൂപ വെച്ചിട്ടായിരിക്കണം ഇഷ്യൂ ചെയ്യേണ്ടത്. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അക്കൗണ്ട്സിൽ 500 ഷെയർ ഇക്വിറ്റി ഷെയർസ് ഫോർ 10 ഈച്ച് അങ്ങനെ പഠിച്ചില്ല. അപ്പോൾ 500 വാല്യൂ വരുന്ന ഒരു ഷെയർ, അതിൽ ഓരോ ഷെയർസിനും 10 രൂപ വെച്ചിട്ടായിരിക്കണം അലോട്ട് ചെയ്യേണ്ടത്. ദെൻ നെക്സ്റ്റ് പോയിന്റ് എന്താ പറയുന്നത് വെച്ചാൽ SEBI DIP Guidelines 2000 relating to book building was amended during 2005 in order to introduce a specific allocation of 5% of mutual funds. ഈ ഒരു പോയിന്റിൽ എന്താ പറയുന്നത് വെച്ചാൽ ബുക്ക് ബിൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട സെബിയുടെ ഗൈഡ് ലൈൻസിൽ ചെറിയൊരു മാറ്റം, ചെറിയൊരു അമെൻമെൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് സെബി. എന്താ വെച്ചാൽ ബുക്ക് ബിൽഡിംഗ് ചെയ്യുമ്പോൾ 5% മ്യൂച്വൽ ഫണ്ട്സിനും അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണമെന്നാണ് ഈ ഒരു പോയിന്റിലൂടെ പറയുന്നത്. The next point, to ensure the availability of floating stocks on a continuous basis and maintain uniformity for the purpose of continuous listing, a minimum of public shareholding of 25% was prescribed by SEBI in case of all listed companies. അതായത് തുടർച്ചയായുള്ള ഫ്ലോട്ടിംഗ് സ്റ്റോക്സിൻ്റെ അവൈലബിലിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടും കണ്ടിന്യൂസ് ലിസ്റ്റിംഗ് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടും സെബി എന്താണ് പറയുന്നത് വെച്ചാൽ അറ്റ്ലീസ്റ്റ് 25% ആണെങ്കിലും ആ ഒരു കമ്പനിക്ക് മിനിമം പബ്ലിക് ഷെയർ ഹോൾഡിംഗ് ഹോൾഡ് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. അതായത് തുടർച്ചയായി ഫ്ലോട്ടിംഗ് സ്റ്റോക്സിൻ്റെ അവൈലബിലിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കമ്പനിക്ക് മിനിമം 25% ആണെങ്കിലും പബ്ലിക് ഷെയർ ഹോൾഡിംഗ് ഉണ്ടായിരിക്കണം എന്നാണ് ഈ ഒരു പോയിന്റിൽ പറയുന്നത്. അത് മെയിനായിട്ട് ലിസ്റ്റഡ് കമ്പനീസിൻ്റെ കേസിൽ. ദെൻ നെക്സ്റ്റ് പോയിന്റ്, listed companies which have a satisfactory track record of filling period returns with the stock exchanges are exempted from repetitive disclosure in case of right and public issue. അതായത് ഒരു കമ്പനി തുടർച്ചയായി ഇപ്പോൾ കഴിഞ്ഞ കൊല്ലങ്ങളിൽ തുടർച്ചയായി അവരുടെ പീരിയോഡിക് റിട്ടേൺസ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഫിൽ ചെയ്തിട്ട് അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്തിട്ട് വരുന്നുണ്ടെങ്കിൽ ആ ഒരു കമ്പനി റൈറ്റ് ആൻഡ് പബ്ലിക് ഇഷ്യൂ ചെയ്യുമ്പോൾ തുടർച്ചയായി റിപ്പീറ്റേറ്റീവായിട്ട് അവർക്ക് ആ ഒരു കേസിൽ പബ്ലിക് ഇഷ്യൂവിൻ്റെ കേസിൽ ഡിസ്ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് ഈ ഒരു പോയിന്റിൽ പറയുന്നത്. ഒരു അങ്ങനെയുള്ള കമ്പനിക്ക് ഈ ഒരു എക്സംഷൻ അവൈലബിൾ ആണ്, അതാണ് ഈ ഒരു പോയിന്റിൽ പറയുന്നത്. ദ നെക്സ്റ്റ് പോയിന്റ്, the facility of electronic clearing services were extended to refunds arising out of public issue to ensure faster and free refunds. അതായത് സെബി ഇപ്പോൾ ഒരു ഫണ്ട് റേസ് ചെയ്യുമ്പോൾ ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നാൽ ആ എക്സസ് ആയിട്ടുള്ള എമൗണ്ട്, എക്സസ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു കമ്പനിക്ക് കിട്ടിയിരിക്കുന്ന എമൗണ്ട് റീഫണ്ട് ചെയ്യണം അല്ലേ. സോ അങ്ങനെ റീഫണ്ട് ചെയ്യാൻ വേണ്ടി ഫാസ്റ്ററായിട്ട് ആ ഒരു എക്സസ് ആയിട്ടുള്ള ഫണ്ട് റീഫണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സെബി ഇൻട്രൊഡ്യൂസ് ചെയ്ത ഫെസിലിറ്റിയാണ് ഇലക്ട്രോണിക് ക്ലിയറൻസ് സർവീസസ്. The next point, companies are permitted to take multiple routes to raise capital at the same time even after a prospectus for an IPO is filled with the regulator. അതായത് ഇപ്പോൾ ഒരു കമ്പനി ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് IPOയിലൂടെ ഫണ്ട് റേസ് ചെയ്യാൻ IPO കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി IPOയിലൂടെ ഫണ്ട് റേസ് ചെയ്യാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ അതിനോടൊപ്പം തന്നെ ആ ഒരു കമ്പനിക്ക് മറ്റുള്ള മെത്തേഡ്സ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഓഫർ ഫോർ സെയിൽ, ബുക്ക് ബിൽഡിംഗ് ഓർ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്, അങ്ങനെ ഇഷ്ടംപോലെ മെത്തേഡ്സ് ഉണ്ട് അല്ലേ. അങ്ങനെ ആ ഒരു മെത്തേഡ്സും സെയിം ടൈമിൽ അറ്റ് എ ടൈം അഡോപ്റ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു പോയിന്റിൽ. അതായത് ഒരു കമ്പനിക്ക്
ഒരു കമ്പനി ഇപ്പോൾ IPO വഴി ആണ് ഫണ്ട് റേസ് ചെയ്യുന്നത് വെച്ചാൽ വേറെ മെത്തേഡ്സിലൂടെ അതിനോടൊപ്പം തന്നെ ഫണ്ട് റേസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു റെസ്ട്രിക്ഷൻ ഇല്ല എന്നാണ് ഈ ഒരു പോയിന്റിലൂടെ പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ അല്ലേ? Then next, venture capital and private equity firms are restricted to sell their stake and in a company after its IPO. അതായത് വെഞ്ചർ ക്യാപിറ്റലും പ്രൈവറ്റ് ഇക്വിറ്റി ഫേംസിൻ്റെയും കേസിൽ അവർ ഒരു പ്രാവശ്യം IPO ലൂടെ ഫണ്ട് റേസ് ചെയ്തു എന്ന് വെച്ചാൽ അതിനുശേഷം അവർക്ക് അവർ മുൻപ് തന്നെ മറ്റുള്ള കമ്പനീസിൽ നിന്നും ഷെയർസ് പർച്ചേസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ ഒരു ഷെയർസ് സെൽ ചെയ്യാൻ പാടില്ല എന്നാണ് ഈ ഒരു പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത്. ഒരു പ്രാവശ്യം IPO കണ്ടക്ട് ചെയ്താൽ അതിനുശേഷം അവരുടെ കയ്യിൽ ഹോൾഡ് ചെയ്തിരിക്കുന്ന ആ ഒരു ഷെയർസ്, എക്സിസ്റ്റിംഗ് ഷെയർസ് അവർ സെൽ ചെയ്യാൻ പാടില്ല എന്നാണ് ഈ ഒരു പോയിന്റിലൂടെ പറയുന്നത്. Then next, credit rating from one credit rating agency is sufficient for public or right issue. അതായത് ഒരു ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയിൽ നിന്നും ക്രെഡിറ്റ് റേറ്റിംഗ് ലഭിച്ചാൽ മതി, അത് സഫീഷ്യൻ്റ് ആണ് പബ്ലിക് ആൻഡ് റൈറ്റ് ഇഷ്യൂ കണ്ടക്ട് ചെയ്യണമെങ്കിൽ. അതായത് ഒന്നിൽ കൂടുതൽ ക്രെഡിറ്റ് ഏജൻസിയിൽ നിന്നും അപ്രൂവൽ ലഭിക്കേണ്ട ആവശ്യമില്ല. ഒരു ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയിൽ നിന്നും അപ്രൂവൽ ലഭിച്ചാൽ മാത്രം മതി എന്തിന് പബ്ലിക് ഓർ റൈറ്റ് ഇഷ്യൂ കണ്ടക്ട് ചെയ്യാൻ. Then next point, SEBI has allowed companies to allow discount of up to 10% to retail investors in public offer. അതായത് പബ്ലിക് ഓഫേഴ്സിൻ്റെ കേസിൽ സെബി ആ കമ്പനീസിന് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് കമ്പനീസ് 10% വരെ ഡിസ്കൗണ്ട് കൊടുക്കാം എന്ന് സെബി നിർദ്ദേശിച്ചിട്ടുണ്ട്. അതാണ് ഈ ഒരു പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് പബ്ലിക് ഓഫറിൻ്റെ കേസിൽ റീറ്റെയിൽ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ്, നമ്മൾ കഴിഞ്ഞ പോയിന്റിൽ നോക്കിയിട്ടുണ്ടായിരുന്നു, റീറ്റെയിൽ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സിന് 10% വരെ ഡിസ്കൗണ്ട് കമ്പനീസ് പ്രൊവൈഡ് ചെയ്യാം. അതാണ് ഈ ഒരു പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ്, all investors including retail investors are allowed to invest in Indian depository receipts. അതായത് എല്ലാ ഇൻവെസ്റ്റേഴ്സും, ഫോർ എക്സാമ്പിൾ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുന്ന എല്ലാ ഇൻവെസ്റ്റേഴ്സിനും ഇന്ത്യൻ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് പോയിന്റിൽ സെബി ലോഞ്ച്ഡ് ആൻ ആൾട്ടർനേറ്റീവ് പേയ്മെന്റ് സിസ്റ്റം. ഓക്കെ, അതായത് ഓഗസ്റ്റ് 2008 സെബി അപ്ലിക്കേഷൻ സപ്പോർട്ടഡ് ബൈ ബ്ലോക്ക്ഡ് എമൗണ്ട് ഫോർ പബ്ലിക് ആൻഡ് റൈറ്റ് ഇഷ്യൂ എന്നുള്ള ഒരു ആൾട്ടർനേറ്റീവ് പേയ്മെന്റ് സിസ്റ്റം ന്യൂലി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഓഗസ്റ്റ് 2008. Then next point, now PAN has been mandatory in all public and right issues irrespective of the application amount. അതായത് ഒരു കമ്പനി പബ്ലിക് ഓർ റൈറ്റ് ഇഷ്യൂ ത്രൂ ഫണ്ട് റേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ പാൻ കാർഡ് നിർബന്ധമായിരിക്കണം. പാൻ കാർഡ് ഇല്ലെങ്കിൽ അവർക്ക് പബ്ലിക് ഓർ റൈറ്റ് ഇഷ്യൂ കണ്ടക്ട് ചെയ്യാൻ സാധിക്കില്ല. ആ ഒരു പാൻ കാർഡ് ഇൻവാലിഡ് ആണെങ്കിലും അത് റിജക്റ്റ് ചെയ്യുന്നതായിരിക്കും. അതായത് പബ്ലിക് ആൻഡ് റൈറ്റ് ഇഷ്യൂലൂടെ അവർക്ക് ആ ഒരു കമ്പനിക്ക് ഫണ്ട് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല എന്നാണ് ഈ ഒരു പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ അല്ലേ? Then next, SEBI has now decided to streamline the disclosure of the right issue. അതായത് റൈറ്റ് ഇഷ്യൂ കണ്ടക്ട് ചെയ്യുമ്പോൾ ആ ഒരു കമ്പനി അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. ഈ ഫണ്ട് റേസ് ചെയ്യാൻ എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് ഇതിലൂടെ ഫണ്ട് റേസ് ചെയ്യാൻ പറ്റും. അതായത് ആ കമ്പനി എല്ലാ കാര്യങ്ങളും ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടാവണം എന്നാണ് ഈ ഒരു പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് പോയിന്റ്,
SEBI has prohibited the issue of shares with superior voting rights by listed companies. നമുക്കറിയാം superior voting rights എന്ന് വെച്ചാൽ അതിനു മുൻപ് 1 vote 1 share എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു ഷെയർ ഹോൾഡേഴ്സിന് ഒരു വോട്ട് ചെയ്യാൻ പാടുള്ളൂ എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ളതാണ് സുപ്പീരിയർ വോട്ടിംഗ് റൈറ്റ്സ്. അതായത് ഒന്നിൽ കൂടുതൽ ഒരു ഷെയർ ഉള്ളവർക്ക് ഒന്നിൽ കൂടുതൽ വോട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് സുപ്പീരിയർ വോട്ടിംഗ് റൈറ്റ്സ്. സോ ഈ ഒരു സുപ്പീരിയർ വോട്ടിംഗ് റൈറ്റ്സ് സെബി പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. പാടില്ല, ഇങ്ങനെ സുപ്പീരിയർ വോട്ടിംഗ് റൈറ്റ്സിൽ ഷെയർ ഇഷ്യൂ ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു പോയിന്റിൽ. അതായത് ഇപ്പോൾ ഒന്നിൽ കൂടുതൽ റൈറ്റ്സ് ഒന്നിൽ കൂടുതൽ വോട്ടിംഗ് റൈറ്റ്സ് ഒരാൾക്ക് കിട്ടിയാൽ അപ്പോൾ അത് ഈക്വൽ ആവില്ല അല്ലേ. അപ്പോൾ ആ ഒരു വ്യക്തിക്ക് എന്തും ചെയ്യാം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് വരും. സോ അത് ഇല്ലാതാക്കാനാണ്, അവോയ്ഡ് ചെയ്യാനാണ് 1 vote 1 share എന്നുള്ള കോൺസെപ്റ്റ് സെബി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഈ ഒരു കോൺസെപ്റ്റാണ് ഈ ഒരു പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ്, an unlisted companies making an IPO should list on at least one stock exchange. അതായത് ഒരു കമ്പനീസ് ഇതുവരെ ഏത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ലിസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആ കമ്പനി ഏതെങ്കിലും ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണെങ്കിലും ലിസ്റ്റ് ചെയ്തിരിക്കണം. എന്നാലേ ആ ഒരു കമ്പനിക്ക് IPO വഴി ഫണ്ട് റേസ് ചെയ്യാൻ പറ്റുള്ളൂ. The next point, the holding period of 1 year for sale of shares will include the period when fully paid convertible instruments have been held prior to conversion into equity shares. അതായത് ഓഫർ ഫോർ സെയിൽ എന്താണ് നമുക്കറിയാം. അത് വൺ ഓഫ് ദ മെത്തേഡ് ടു റേസ് ഫണ്ട്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ മെത്തേഡ് ടു റേസ് ഫണ്ട്. സോ ഓഫർ ഫോർ സെയിലിൽ ആ ഒരു ഷെയർസിൻ്റെ ഹോൾഡിംഗ് പീരീഡ് എത്രയാണ് എന്നാണ് ഈ ഒരു പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് സെബി ഈ ഒരു കാലയളവും കൂടി ഈ ഒരു ഹോൾഡിംഗ് പീരീഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതായത് കൺവേർട്ടബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ഇക്വിറ്റി ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു പീരീഡും കൂടി ഷെയർ ഹോൾഡിംഗ് പീരീഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എന്തിൻ്റെ കേസിൽ? ഓഫർ ഫോർ സെയിലിൻ്റെ കേസിൽ. എന്താണ് ഈ ഒരു പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ്, ദ കോൺസെപ്റ്റ് ഓഫ് ആങ്കർ ഇൻവെസ്റ്റർ ഹാസ് ബീൻ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ പബ്ലിക് ഇഷ്യൂ വെയർ ബൈ 30% of QIB portion will be allocated to anchor investor. ഈ ഒരു കേസിൽ എന്താണ് പറയുന്നത് വെച്ചാൽ, ആദ്യം നമുക്ക് ആങ്കർ ഇൻവെസ്റ്റർ ആരാണ് എന്ന് നോക്കാം. അതായത് ആങ്കർ ഇൻവെസ്റ്റർ എന്ന് വെച്ചാൽ they are a type of investor. അവർക്ക് ഒരു കമ്പനി IPO ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് കണ്ടക്ട് ചെയ്യുന്ന മുൻപ് തന്നെ ആ ഒരു വ്യക്തിയാവാം, അല്ലെങ്കിൽ ഇറ്റ് മേ ബി എ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ ആവാം. സോ ആ ഒരു ഇൻവെസ്റ്റർ ഒരു വ്യക്തിയാണെന്ന് ഇപ്പോൾ കൺസിഡർ ചെയ്യാം. ഒരു വ്യക്തി ഓൾറെഡി ആ ഒരു ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് ആ ഒരു കമ്പനി കണ്ടക്ട് ചെയ്യുന്ന മുൻപ് തന്നെ ആ കമ്പനിയിലെ ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ, അല്ലെങ്കിൽ ആ കമ്പനീസിലെ ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ മുൻപ് തന്നെ ഇവർക്കൊരു ഇൻട്രസ്റ്റ് ആയിരിക്കും. അങ്ങനെയുള്ള ഇൻട്രസ്റ്റഡ് പേഴ്സൺസിനെയാണ്, അല്ലെങ്കിൽ ഈ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിനെയാണ് ആങ്കർ ഇൻവെസ്റ്റർ എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ദേ ആർ ദ ഫസ്റ്റ് ഇൻവെസ്റ്റേഴ്സ്. അതായത് ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് ചെയ്യുന്നതിന് മുൻപ് ആദ്യം തന്നെ ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു റൈറ്റ്സ്
ആങ്കർ ഇൻവെസ്റ്റേഴ്സിന് സെബി നൽകിയിട്ടുണ്ട്. അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയോ ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിനെയാണ് ആങ്കർ ഇൻവെസ്റ്റർ എന്ന് പറയുന്നത്. The next point, no person related to the promoter or promoter group can apply as an anchor investor. പ്രൊമോട്ടറോ അല്ലെങ്കിൽ പ്രൊമോട്ടർ ഗ്രൂപ്പിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന വ്യക്തിക്കോ ആങ്കർ ഇൻവെസ്റ്റർ ആയിട്ട് ആക്ട് ചെയ്യാൻ സാധിക്കില്ല എന്നാണ്, പാടില്ല എന്നാണ് ഈ ഒരു പോയിന്റിൽ പറയുന്നത്. Then next, a shareholder can make an offer for sale of the equity shares if he has held the share for a period of at least 1 year. Offer for sale കേസിൽ ഈ കമ്പനിക്ക് ഓഫർ ഫോർ സെയിൽ കണ്ടക്ട് ചെയ്യണമെങ്കിൽ, ഇക്വിറ്റി ഷെയർസിനെ ഓഫർ ഫോർ സെയിൽ കണ്ടക്ട് ചെയ്യണമെങ്കിൽ ഒരു കമ്പനി ആ ഒരു ഇക്വിറ്റി ഷെയർസിനെ 1 വർഷം എങ്കിലും ഹോൾഡ് ചെയ്തിരിക്കണം, കൈവശം വെച്ചിരിക്കണം എന്നാണ് ഈ ഒരു പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ 1 ഇയർ ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു കമ്പനിക്ക് ഇക്വിറ്റി ഷെയർസിൽ ഓഫർ ഫോർ സെയിൽ മെത്തേഡിലൂടെ ഫണ്ട് റേസ് ചെയ്യാൻ സാധിക്കുള്ളൂ. The next point, the upfront commission to distributor shall be paid by the investors to the distributor directly. അതായത് ഇപ്പം മ്യൂച്വൽ ഫണ്ട്സ് കണ്ടക്ട് ചെയ്യണമെങ്കിൽ ഒരു ഇന്റർമീഡിയറി പോലെ അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടാവും അല്ലേ. സോ അങ്ങനെയുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് ഇൻവെസ്റ്റേഴ്സ് ആണ് പേ ചെയ്യുന്നത്. ഇൻവെസ്റ്റേഴ്സ് ആണ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് അവർ ചെയ്യുന്ന ആ ഒരു മെഷീന് പേ ചെയ്യുന്നത്. സോ ഈ ഒരു ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആ ഒരു പേയ്മെൻറ്റ് കമ്മീഷൻ്റെ രൂപത്തിലാവാം അത്, ആ ഒരു പേയ്മെൻറ്റ് എത്രയാണെന്ന് ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം എന്നാണ് സെബി പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് പോയിന്റിൽ ഒരു ഇൻവെസ്റ്റർ 100% അപ്ലിക്കേഷൻ മണി കമ്പൽസറി ആയിട്ടും കൊണ്ടുവന്നിരിക്കണം. ഇപ്പോൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ട് എങ്കിൽ 100% അപ്ലിക്കേഷൻ മണിയും കൊണ്ടുവന്നിരിക്കണം എന്നാണ് ഈ ഒരു പോയിന്റിൽ പറയുന്നത്. ദെൻ നെക്സ്റ്റ് പോയിന്റ്, അതായത് ഒരു പ്രൊമോട്ടറോ അല്ലെങ്കിൽ പ്രൊമോട്ടർ ഗ്രൂപ്പിലെ മെമ്പേഴ്സോ അവരുടെ ഷെയർ ഹോൾഡിങ്ങിലോ അല്ലെങ്കിൽ വോട്ടിംഗ് റൈറ്റ്സിലോ എന്തെങ്കിലും ഒരു ചേഞ്ചസ് കണ്ടാൽ, വന്നിട്ടുണ്ട് എന്ന് അവർ അറിഞ്ഞാൽ അത് ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം, ഇമ്മീഡിയറ്റ് ആയിട്ട് ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ അതിന് ഒരു ഫൈൻ പെനാലിറ്റി ആയിട്ട് കൊടുക്കേണ്ടി വരും. സോ ഇതാണ് എൻ്റെ ഫസ്റ്റത്തെ ടോപ്പിക്ക്, റീസെൻറ്റ് ട്രെൻഡ്സ് ആൻഡ് റിഫോംസ് ഇൻ പ്രൈമറി ക്യാപിറ്റൽ മാർക്കറ്റ്. ഏകദേശം 26 പോയിന്റ്സ് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. സോ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് നമുക്ക് പോവാം. ദറ്റ് ഈസ് മെഷേഴ്സ് ടേക്കൺ ബൈ സെബി ടു സ്ട്രെങ്തൺ പ്രൈമറി മാർക്കറ്റ്. അതായത് പ്രൈമറി മാർക്കറ്റ് സ്ട്രെങ്തൺ ചെയ്യാൻ വേണ്ടിയിട്ട് സെബി എന്തൊക്കെ മെഷേഴ്സ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ് ഈ ഒരു പോയിന്റിൽ പറയുന്നത്. ഫസ്റ്റ് പോയിന്റ്, സ്ട്രെങ്തനിങ് ഓഫ് ഡിസ്ക്ലോഷർ റിക്വയർമെന്റ്സ് ആൻഡ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ. ഈ ഒരു പോയിന്റിൽ കുറച്ച് ഹിസ്റ്റോറിക് ആയിട്ടാണ് ഈ ഒരു പോയിന്റിൽ പറയുന്നത്. ജസ്റ്റ് ഞാൻ പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്, വേഗം പറഞ്ഞു പോവാം. അതായത് നമുക്കറിയാം സെബി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുൻപ് ക്യാപിറ്റൽ ഇഷ്യൂ കൺട്രോൾ ആക്ട് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ക്യാപിറ്റൽ ഇഷ്യൂ കൺട്രോൾ ആക്ട് 1947 അബോളിഷ് ചെയ്തിട്ട് നിർത്തലാക്കിയിട്ടാണ് സെബി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സോ അതിന് ശേഷം അങ്ങനെ സെബി വന്ന ശേഷം ഇഷ്യൂവേഴ്സിനെ ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഇഷ്യൂസ് കണ്ടുവരാൻ തുടങ്ങി. ഇപ്പോൾ ക്യാപിറ്റൽ ഇഷ്യൂ കൺട്രോൾ ആക്ട് അബോളിഷ് ചെയ്ത ശേഷം കുറച്ച് ഇഷ്യൂവേഴ്സിനെ സംബന്ധിച്ച് കുറച്ച് ഇഷ്യൂസ് നോട്ടീസ് ചെയ്യാൻ തുടങ്ങി. സോ
അത് പ്രകാരം ഒരു കമ്മിറ്റി രൂപീകരിച്ചു. അതിന് വേണ്ടിയിട്ട് 1994-95 എന്നുള്ള കാലയളവിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ചു. അതായത് എന്ത് പ്രശ്നമാണ് അവിടെ ഉള്ളത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സ്പേർട്ട് കമ്മിറ്റി ഫോം ചെയ്തു. സോ ആ ഒരു കമ്മിറ്റീൻ്റെ നിർദ്ദേശപ്രകാരം സെബി പബ്ലിക് ഇഷ്യൂവിൽ ചെയ്യാനുള്ള ആ ഒരു നോംസ് കണ്ടീഷൻസ് കുറച്ചും കൂടി സ്ട്രെങ്തേൺ ചെയ്തു, കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആക്കി. ആ ഒരു പബ്ലിക് ഇഷ്യൂ ചെയ്യാനുള്ള വേണ്ടിയുള്ള നോംസ് കുറച്ചും കൂടി കണ്ടീഷൻസ് കുറച്ചും കൂടി സ്ട്രെങ്തേൺ ചെയ്തു, സ്ട്രിക്റ്റ് ആക്കി. ദെൻ അതുകൂടാതെ തന്നെ സെബി മാർക്കറ്റ് പാർട്ടിസിപ്പൻസുമായിട്ട് കൺസൾട്ടേഷൻ ഒരു മീറ്റിംഗ് നടത്തി. സോ അതിനനുസരിച്ചിട്ട് ആ ഒരു മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഒരു പാർട്ടിസിപ്പൻസിൻ്റെ നിർദ്ദേശം അനുസരിച്ചിട്ട് കുറച്ച് മെഷേഴ്സ് ന്യൂലി ഇൻട്രൊഡ്യൂസ് ചെയ്തു. പ്രൈമറി മാർക്കറ്റ് സ്ട്രെങ്തേൺ ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ കുറച്ച് മെഷേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ മെഷേഴ്സിൻ്റെ ഒബ്ജക്റ്റീവാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, നമുക്ക് കാണാം. സിംപ്ലിഫൈ ഇഷ്യൂ പ്രൊസീജിയർ, അതായത് ഈ ഒരു മെഷർ അപ്ലൈ ചെയ്യുന്നതിലൂടെ ഇഷ്യൂ പ്രൊസീജിയർ കുറച്ചും കൂടി സിംപ്ലിഫൈ ആക്കാൻ സാധിക്കും. ദെൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ കോൺഫിഡൻസ് എൻഹാൻസ് ചെയ്യാൻ സാധിക്കും ഇതിലൂടെ. ദെൻ പബ്ലിക് ഓഫറിങ്ങിൽ എന്തെങ്കിലും ഒരു ഫ്രോഡ് ഉണ്ടെങ്കിൽ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ഈ ഒരു മെഷേഴ്സ് ക്യാരി ഔട്ട് ചെയ്തത്. അതാണ് ഈ ഒരു പോയിന്റിൻ്റെ അണ്ടറിൽ പറയുന്നത്. ഓവറോൾ പറയുകയാണെങ്കിൽ ഒരു കമ്പനിക്ക് എല്ലാ കാര്യങ്ങളും ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. അതിൽ എലിജിബിലിറ്റി ക്രൈറ്റീരിയയാണ് ഈ ഒരു പോയിന്റിൻ്റെ അണ്ടറിൽ പറഞ്ഞിരിക്കുന്നത്. ഒരു കുറച്ച് മെഷേഴ്സിന് വേണ്ടിയിട്ട് ഈ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എല്ലാം അടങ്ങിയിട്ടുള്ള കുറച്ച് മെഷേഴ്സ് സെബി ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നാണ് ഈ ഒരു പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത്. ദ നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ്, മെറ്റീരിയൽ ഡിസ്ക്ലോഷർ. നെക്സ്റ്റ് സെക്കൻഡ് മെഷറാണ്, സെക്കൻഡ് ആൻഡ് ലാസ്റ്റ് മെഷറാണ് മെറ്റീരിയൽ ഡിസ്ക്ലോഷർ. അതായത് ഇതിലെന്താ പറയുന്നത് വെച്ചാൽ, ഒരു കമ്പനി ഇപ്പോൾ IPO എന്ന് വെക്കാം. IPO കണ്ടക്ട് ചെയ്യണമെങ്കിൽ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യും അല്ലേ ആദ്യം. സോ ആ ഒരു പ്രോസ്പെക്ട്സിൽ ഇത് ഇഷ്യൂ ചെയ്യുന്നതിലൂടെയുള്ള ഗെയിൻ മാത്രമല്ല എന്തൊക്കെ ലോസസും സംഭവിക്കും, അതായത് റിസ്ക് ഫാക്ടേഴ്സും അതിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട് എന്നുള്ളത് എല്ലാം ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. അതായത് കഴിഞ്ഞ കൊല്ലം അവർക്ക് പ്രോഫിറ്റ്സ് ഇല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് ആ ഒരു ഡിവിഡൻറ്റ് ഓർ ഇൻട്രസ്റ്റ് അത്രയ്ക്ക് കിട്ടില്ലായിരിക്കും. അങ്ങനെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ അങ്ങനെയുള്ള കുറച്ച് റിസ്ക് ഫാക്ടേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ള ഇഷ്യൂ പ്രോസസ്സിൽ എന്തെങ്കിലും ഒരു റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം എന്നാണ് ഈ ഒരു പോയിന്റിലൂടെ പറഞ്ഞിരിക്കുന്നത്. സോ നമ്മളിന്ന് നോക്കിയ ടോപ്പിക്സ് റീസെൻറ്റ് ട്രെൻഡ്സ് ആൻഡ് റിഫോംസ് ഇൻ പ്രൈമറി ക്യാപിറ്റൽ മാർക്കറ്റ്, ഒരു 26 പോയിന്റ്സ് വരെ നമ്മൾ നോക്കി. Then the second topic, measures taken by SEBI to strengthen primary market. Primary market strengthen ചെയ്യാൻ വേണ്ടിയിട്ട് സെബി എന്തൊക്കെ മെഷർ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നാണ് ഈ ഒരു ടോപ്പിക്കിൻ്റെ അണ്ടറിൽ പറഞ്ഞിരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. സോ എൻ്റെ ടോപ്പിക്ക് കഴിഞ്ഞു. താങ്ക് യു.